ഇനി പത്തനംതിട്ട ജില്ലയിലെ വിവരങ്ങൾ കൂടി നമുക്കറിയാം. കനത്ത മഴയിൽ പത്തനംതിട്ടയിലെ വീടുകളിൽ വെള്ളം കയറി പലയിടത്തും. മണിമലയാർ കരകവിഞ്ഞ് തിരുവല്ല നഗരസഭയിൽ ഉൾപ്പെടുന്ന തിരുമൂലപുരം, മംഗലശ്ശേരി, ആറ്റുമാലി, പുളിക്കത്ര മാലി എന്നീ പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി. പ്രദേശവാസികളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചു. CK അഭിലാൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. അഭിലാൽ, ഗുഡ് മോർണിംഗ്. ഏതൊക്കെ മേഖലകളിലെ ജനങ്ങളെയാണ് ഇപ്പോൾ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്? എത്ര കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്? മഴയുടെ നിലവിലത്തെ അവസ്ഥ എന്താണ് അഭിലാൽ? മോത്തി, ഗുഡ് മോർണിംഗ്. ഇതര ജില്ലകളിലെ മഴക്കെടുതികളെ അപേക്ഷിച്ച് പത്തനംതിട്ട ജില്ലയിൽ കാര്യമായ കെടുതികളില്ല എന്ന് തന്നെ പറയാം. അതേസമയം തന്നെ മഴ ഇടവിട്ട് ശക്തമായി തന്നെ പെയ്യുന്നുണ്ട്. രാത്രിയിൽ 9 മണിക്ക് ശേഷം കാര്യമായ മഴ ഉണ്ടായിരുന്നില്ല എങ്കിൽ പിന്നീട് പുലർച്ചയോടുകൂടി മഴ ശക്തിപ്പെടുകയും ഇടവിട്ട് മഴ പെയ്യുകയും ചെയ്യുന്നതാണ് സ്ഥിതി. ജലസംഭരണികൾ ഒക്കെ തന്നെ പരമാവധി സംഭരണശേഷിക്ക് അരികിലേക്ക് എത്തുകയാണ്. കക്കി ആണത്തോട് ഡാമിൽ പരമാവധി സംഭരണശേഷിയിലേക്ക് ജലനിരപ്പ് എത്താൻ 1.5 മീറ്ററിൻ്റെ മാത്രം അളവാണ് ബാക്കിയുള്ളത്. ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ സംഭരണിയായിട്ടുള്ള പമ്പ സംഭരണി പൂർണ്ണ തോതിൽ ജലം എത്തിച്ചേരാൻ ഇനിയും 9 മീറ്റർ ബാക്കിയുണ്ട്. അതൊരു പക്ഷേ 1-2 ആഴ്ച കനത്ത മഴ പെയ്തെങ്കിൽ മാത്രമേ അത് പരമാവധി സംഭരണശേഷിയിലേക്ക് എത്തുകയുള്ളൂ. അതേസമയം മൂഴിയാർ ഡാമിൻ്റെ ഷട്ടറുകൾ ഇന്നലെ ഉച്ചയ്ക്ക് തുറന്നത് 3 ഷട്ടറുകൾ തുറന്നിരുന്നു. രാത്രി 12 മണിയോടുകൂടി 1ഉം 3ഉം ഷട്ടറുകൾ അടച്ചു. രണ്ടാമത്തെ ഷട്ടർ 10 സെൻറ്റിമീറ്ററായി താഴ്ത്തിയിട്ടുണ്ട്. പരക്കെ മഴ പെയ്യുന്നതിനെ തുടർന്ന് പ്രധാനപ്പെട്ട നദികളൊക്കെ തന്നെ കരതൊട്ട് ഒഴുകുകയാണ്. പശ്ചാത്തലത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അച്ചൻകോവിലാർ കരതൊട്ട് ഒഴുകുന്ന കാഴ്ചയാണ്. പത്തനംതിട്ട നഗരസഭ പരിധിയും അതോടൊപ്പം തന്നെ പ്രമാട ഗ്രാമപഞ്ചായത്തും അതിർത്തി പങ്കിടുന്ന മേഖലയിൽ നിന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ. സമാന രീതിയിൽ തന്നെ പമ്പയും മണിമലയാറും കരതൊട്ട് ഒഴുകുകയാണ്. മണിമലയാർ കര കവിഞ്ഞതിനെ തുടർന്നാണ് തിരുവല്ല നഗരസഭാ പരിധിയിലെ ആറ്റുമാലി, മംഗലശ്ശേരി കോളനികളടക്കം ചില മേഖലകളിലെ വെള്ളം കയറിയിട്ടുള്ളത്. ഇപ്പോൾ 13ഓളം വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് അവിടുത്തെ കുടുംബാംഗങ്ങളെ സമീപത്തെ ഒരു സ്കൂളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ആകെ 4 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇതുവരെ ജില്ലയിൽ തുറന്നിട്ടുള്ളത്. ആകെ 20 കുടുംബങ്ങളെ വിവിധയിടങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ ഉച്ചയോടുകൂടി ചുഴലിക്കാറ്റ് വീശിയടിച്ച റാന്നിയിൽ നഷ്ടപ്പെട്ട വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്ന ജോലികൾ ഉച്ചയോടുകൂടി പൂർത്തിയാകുമെന്നുള്ളതാണ് KSEB അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും മറ്റു ജില്ലകളെ അപേക്ഷിച്ച് വളരെ നേരിയ തോതിലുള്ള പ്രശ്നങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ എന്നത് ആശ്വാസകരം. കാരണം പ്രത്യേകിച്ചും പത്തനംതിട്ടയുടെ ഭൂപ്രകൃതി നമുക്ക് കൃത്യമായി അറിയുന്നതാണ്. വനമേഖലയുണ്ട്, മലയോര പ്രദേശങ്ങളുണ്ട്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. പിന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതുകൊണ്ടാണ് കുറച്ചുപേരെ മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. 4 ദുരിതാശ്വാസ ക്യാമ്പുകളിലായാണ് ഇവർ സുരക്ഷിതരായുള്ളത്. CK അഭിലാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.